ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ സോഷ്യോളജി എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റിയിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. എൻവയോൺമെൻറ്റൽ സോഷ്യോളജി എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും അതിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് എന്നീ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എമർജൻസ് അഥവാ അതിൻ്റെ ഉത്ഭവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന അവബോധത്തിന്റെ ഫലമായി 1970-കളിൽ രൂപപ്പെട്ടു. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ മലിനീകരണം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടും ആളുകൾക്ക് കൂടുതൽ അവബോധം ഉണ്ടായി വരുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ആളുകൾ പഠിച്ചു തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ളൊരു പഠനശാഖയും രൂപപ്പെട്ടു വരുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നമാകുന്ന സാഹചര്യം, പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ, ഗവൺമെന്റ് നയങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് തുടക്കത്തിൽ പഠനവിധേയമാക്കി. അപ്പോൾ തുടക്കത്തിൽ എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക പഠനശാഖയായിട്ട് നമുക്ക് രൂപപ്പെട്ടു വരുന്നില്ല. പകരം സോഷ്യോളജിയുടെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ളൊരു ബന്ധം എന്നതിലുപരിയായിട്ട് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് സമൂഹം അല്ലെങ്കിൽ മനുഷ്യരെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതായത് ആളുകൾക്ക് ഈ വിഷയത്തിൽ എത്രമാത്രം അവബോധമുണ്ട്, ഗവൺമെന്റ് ഈ കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള നയങ്ങളാണ് രൂപീകരിക്കുന്നത്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പല പ്രവർത്തനങ്ങൾ, നമുക്കറിയാം പല പരിസ്ഥിതി സംഘടനകളൊക്കെ ഉണ്ട്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നമാകുന്ന സാഹചര്യം, നമുക്കറിയാം അമിതമായിട്ടുള്ള മലിനീകരണമായാലും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനമായാലും അത് കൃഷിയെയും അതുപോലെ തന്നെ ആളുകളുടെ ജലലഭ്യതയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കും. അതുപോലെ തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളാവുമ്പോൾ അതും ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ആളുകളുടെ അവബോധം, അതുപോലെ ഗവൺമെന്റ് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, പൊതുവിൽ സമൂഹം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യഘട്ടത്തിൽ പഠനം നടത്തിയിരുന്നത്. പിന്നീട് ഡൺലാപ്പ്, കോട്ടൺ എന്നീ സോഷ്യോളജിസ്റ്റുകൾ എൻവയോൺമെന്റൽ സോഷ്യോളജി, റിയൽ എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന വേർതിരിവ് അവതരിപ്പിച്ചു. ആദ്യത്തേതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ള ആളുകളുടെ മനോഭാവം പോലുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് എത്രമാത്രം അവബോധമുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് അതുപോലെയുള്ള മറ്റ് ഏജൻസികളൊക്കെ ഇക്കാര്യത്തിൽ എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ സമൂഹത്തെ അല്ലെങ്കിൽ മനുഷ്യരെ കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളാണ് ആദ്യം പറഞ്ഞിട്ടുള്ള എൻവയോൺമെന്റൽ സോഷ്യോളജിക്കകത്ത് നടത്തിയിരുന്നത്. രണ്ടാമത്തേതിൽ പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള ബന്ധവും പരിശോധിക്കുന്നു. രണ്ടാമത്തേതിലാണ് കുറച്ചുകൂടിയും ആഴത്തിലുള്ളൊരു പഠനം നടത്തുന്നത്. പരിസ്ഥിതിയും സമൂഹവും തമ്മിലൊരു ബന്ധം, അതായത് നമുക്കറിയാം പല സംസ്കാരങ്ങളും രൂപപ്പെട്ടു വരുന്നതിൽ ഈ പരിസ്ഥിതിക്ക് വലിയൊരു പങ്കുണ്ട്. ഉദാഹരണത്തിന് തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായിട്ടൊരു സംസ്കാരമാണുള്ളത്, അത് അവരുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മലയോര മേഖലയിലോ അല്ലെങ്കിൽ കാർഷിക മേഖലയിലോ താമസിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് ആ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിക്കാനൊക്കെ നോക്കുന്ന സമയത്ത് ആളുകൾ ആദ്യം പരിശോധിക്കുന്ന കാര്യമാണ് ആ ഒരു സ്ഥലത്ത് ജലത്തിൻ്റെ ലഭ്യത ഉണ്ടോ, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നൊരു സ്ഥലമാണോ, അത് പരിശോധിച്ചിട്ടാണ് ആളുകൾ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ജലലഭ്യത ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ ആളുകൾ കുടിയേറ്റം നടത്തുക, വേറെ സ്ഥലത്തേക്ക് ആളുകൾ പോവുക, അങ്ങനെയുള്ള പല സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെയും പരിസ്ഥിതി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിക്കുന്ന ഒരു പഠന ശാഖയായിട്ടാണ് റിയൽ എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ളൊരു ആശയം ഈ ഡൺലാപ്പ്, കോട്ടൺ എന്നീ സോഷ്യോളജിസ്റ്റുകൾ അവതരിപ്പിക്കുന്നത്. അതാണ് പിന്നീട് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ള പേരിൽ രൂപപ്പെട്ടു വരുന്നത്. തുടർന്ന് വന്ന പല കണ്ടെത്തലുകളും പഠനങ്ങളും മുന്നേറ്റങ്ങളും മനുഷ്യ കേന്ദ്രീകൃത വീക്ഷണത്തിന്റെ പരിമിതി ബോധ്യപ്പെടുത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പാരിസ്ഥിതിക വിഷയങ്ങളെ കുറിച്ചിട്ട് ആളുകൾക്ക് അവബോധം കൂടി വരുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഒരു പഠന മേഖല രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളത്. അപ്പോൾ പല കണ്ടെത്തലുകൾ നമുക്കറിയാം, ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലിനെ കുറിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, അങ്ങനെയുള്ള കുറേ പഠനങ്ങളും കണ്ടെത്തലുകളൊക്കെ പിന്നീട് ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ പല മുന്നേറ്റങ്ങളും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്ലാച്ചിമട എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രശസ്തമായിട്ടുള്ള സമരമൊക്കെ നടക്കുകയുണ്ടായി. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതുപോലെ പല പരിസ്ഥിതി സംഘടനകൾ
ഇതുപോലുള്ള പല പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് അവബോധം ഉണ്ടായി വരുന്നത്. വേറെ മുന്നേറ്റം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഹിപ്പി കൾച്ചർ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ താടി മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ആളുകൾ അവർ പരിസ്ഥിതിയുമായിട്ട് ചേർന്ന് ഇണങ്ങി ജീവിക്കുക, അങ്ങനെയുള്ളൊരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നൊരു സാഹചര്യം. അങ്ങനെ പല രീതിയിലുള്ള മുന്നേറ്റങ്ങളും പഠനങ്ങളും കണ്ടെത്തലുകളും ഒക്കെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൂടുതൽ അവബോധം ജനങ്ങളിൽ ഉണ്ടാവുന്നതിന് കാരണമായി. അപ്പോഴാണ് ഈ മനുഷ്യ കേന്ദ്രീകൃത വീക്ഷണത്തിന്റെ പരിമിതി ബോധ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യർ ഈ ഒരു പരിസ്ഥിതിയോട് അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയെ കുറിച്ച് ബോധ്യപ്പെടുകയും പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ട് വിശദമായി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടലിലേക്ക് വരികയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ശാഖ രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ ചുരുക്കി നമുക്ക് പറയാൻ കഴിയുന്നത്, സമൂഹവും പരിസ്ഥിതിയും പരസ്പരം നടത്തുന്ന സ്വാധീനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി. അതായത് പരസ്പരം നടത്തുന്നത്, സമൂഹം പരിസ്ഥിതിയിൽ നടത്തുന്ന സ്വാധീനങ്ങൾ. അതായത് നമുക്കറിയാം, നമ്മളാണ് മലിനീകരണം നടത്തുന്നത്, നമ്മൾ ഈ വ്യവസായവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറെ പരിസ്ഥിതിക്ക് നാശം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പരിസ്ഥിതി തിരിച്ച് സമൂഹത്തിൽ നടത്തുന്ന സ്വാധീനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് പോവുകയുണ്ടായി, ആളുകൾ കുടിയേറ്റം നടത്തുന്നതിനെ കുറിച്ചിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരുപാട് വെള്ളമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അടുത്തടുത്ത വീട്ടുകാർ നമ്മൾ നല്ല സ്നേഹത്തിലായിരിക്കും. എന്നാൽ ചിലപ്പോൾ നാട്ടിൽ ജലക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം, പൈപ്പിന്റെ ചോട്ടിൽ നിന്നിട്ട് വഴക്കുണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ സാമൂഹിക ബന്ധങ്ങളെ വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പരിസ്ഥിതി എന്നുള്ള രീതിയിൽ സമൂഹം പരിസ്ഥിതിയിലും പരിസ്ഥിതി സമൂഹത്തിലും നടത്തുന്ന സ്വാധീനങ്ങളെ കുറിച്ച് നടത്തുന്ന പഠനമാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് നമുക്ക് പറയാം. ഇനി പറയുന്നത് എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ നേച്ചർ ആൻഡ് സ്കോപ്പാണ്. നേച്ചറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള പരസ്പര പൂരകമായിട്ടുള്ള ബന്ധം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് എൻവയോൺമെന്റൽ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എക്കോളജിക്കൽ കോംപ്ലക്സ് എന്നുള്ളതാണ്. അതായത് ചില ഘടകങ്ങളെ കുറിച്ചിട്ടാണ് പരിശോധിക്കുന്നത്. ജനസംഖ്യ, സാമൂഹ്യ സ്ഥാപനങ്ങൾ, പരിസ്ഥിതി, സാങ്കേതിക വിദ്യ എന്നീ ഘടകങ്ങളുടെ സ്വാധീനം പരിശോധിക്കുന്നു. നമുക്കറിയാം, ജനസംഖ്യയായി ബന്ധപ്പെട്ടിട്ടത് ആളുകൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്താണ് ഈ പരിസര മലിനീകരണം അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാവുക. ആ തരത്തിൽ ജനസംഖ്യയും ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. അതുപോലെ സാമൂഹ്യ സ്ഥാപനങ്ങൾ, അത് കുടുംബം ഒരു സാമൂഹ്യ സ്ഥാപനമാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ഗവൺമെന്റ്, പിന്നെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ ആളുകൾക്ക് ഇക്കാര്യത്തിലുള്ള അവബോധം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളത്. പിന്നെ പരിസ്ഥിതി, നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഒരു പ്രദേശത്തിൻ്റെ ജലലഭ്യത അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്വഭാവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകളുടെ ഒരു സംസ്കാരത്തെയൊക്കെ സ്വാധീനിക്കുന്ന സാഹചര്യത്തെ കുറിച്ചിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സാങ്കേതിക വിദ്യ. നമ്മൾ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചേർത്തി പറയാവുന്നതാണ്. അത് ഏതു തരത്തിലാണ് പരിസ്ഥിതി മലിനീകരണമാകുന്നതിന് അല്ലെങ്കിൽ ദോഷകരമാകുന്നതിന് കാരണമായിട്ടുള്ളത്. ഇനി ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പരിഹാരം കാണാം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ എക്കോളജിക്കൽ കോംപ്ലക്സ് എന്നുള്ള ഒരു വിഷയമാണ് പ്രധാനമായിട്ടും പഠനവിധേയമാക്കുന്നത്. ഈ ഘടകങ്ങളാണ് അതിനകത്ത് വരുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കാരണങ്ങൾ, പരിണിത ഫലങ്ങൾ, പരിഹാരങ്ങൾ എന്നിവ പരിശോധിക്കുന്നു. നമുക്കറിയാം, ഇതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു വ്യവസായവൽക്കരണം അതുപോലെ തന്നെ ആളുകളുടെ അശ്രദ്ധമായിട്ടുള്ള പ്ലാസ്റ്റിക് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം തുടങ്ങിയതായിട്ടുള്ള ഇതിൻ്റെ ഒരു കാരണങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ പരിണിത ഫലങ്ങളെ കുറിച്ചിട്ടും, ഈ കാലാവസ്ഥ വ്യതിയാനമാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് മനുഷ്യരെ സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടും ഇതിന് എന്ത് പരിഹാരങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ എൻവയോൺമെന്റൽ സോഷ്യോളജിയിൽ പൊതുവിൽ പഠനവിധേയമാക്കുന്നത്. അടുത്തായിട്ട് വരുന്നൊരു കൺസെപ്റ്റ് അവതരിപ്പിക്കപ്പെടുന്നത് എൻവയോൺമെന്റൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. പാരിസ്ഥിതിക നീതി എന്നുള്ള സങ്കല്പമാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്നു. അതായത് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഒരുപോലെയല്ല ബാധിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, കടുത്ത വേനൽക്കാലത്ത് നല്ല ചൂടുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വീട്ടിലോ മറ്റൊക്കെ AC വെച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് അതിന് സാധിക്കില്ല. അതുപോലെ തന്നെ ജലത്തിൻ്റെ ലഭ്യത ആണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നാടുകളിൽ കാണുന്നുണ്ടായിരിക്കും, സമ്പന്നരായിട്ടുള്ള ആളുകളാണെങ്കിൽ സ്വന്തം വീട്ടിൽ കുഴൽക്കിണർ അടിച്ചിട്ടൊക്കെ അവർ ആ പ്രശ്നത്തിന് പരിഹാരം കാണും. എന്നാൽ അത്രമാത്രം സ്വന്തമായിട്ട് കുഴൽക്കിണർ അടിക്കാനൊന്നും സാധിക്കാത്ത ജനങ്ങളാണെങ്കിൽ അവരായിരിക്കും ഇതുപോലെ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വെള്ളം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമൊക്കെ അനുഭവിക്കുന്നത്.
അത്തരത്തിൽ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ പൊതുവിൽ ഒരുപോലെയല്ല ബാധിക്കുന്നത്. സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളെ വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് അല്ലെങ്കിൽ പാരിസ്ഥിതിക നീതി എന്നുള്ളൊരു സങ്കല്പം കൂടി എൻവയോൺമെൻറ്റൽ സോഷ്യോളജിയുടെ സ്കോപ്പിൽ വരുന്നൊരു കാര്യമാണ്. അടുത്തത് പറയുന്നത് എൻവയോൺമെൻറ്റൽ സോഷ്യോളജിയുടെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ നേച്ചർ ആൻഡ് സ്കോപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന്, പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക വഴി പരിഹാരങ്ങൾ കണ്ടെത്തുക. നമ്മൾ സ്കോപ്പിൽ പറഞ്ഞത് തന്നെയാണ് ഈ ഒരു വിഷയങ്ങളുടെ കാരണങ്ങൾ. അതായത് നമുക്കറിയാം ഈ വ്യവസായവൽക്കരണമായിരിക്കാം, അതുപോലെ തന്നെ ആളുകളുടെ അവബോധം ഇല്ലായ്മയായിരിക്കാം. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്, അതിൻ്റെ പരിഹാരം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് എൻവയോൺമെൻറ്റൽ സോഷ്യോളജിയുടെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ പാരിസ്ഥിതിക നീതിയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് എൻവയോൺമെൻറ്റൽ ജസ്റ്റിസിനെ കുറിച്ചിട്ട്, അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സമൂഹത്തിലെ എല്ലാവരെയും ഒരുപോലെയല്ല ബാധിക്കുന്നത്. പല സാമൂഹിക വിഭാഗങ്ങൾ പല രീതിയിലാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അസമത്വമുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ്. പിന്നെ വരുന്നത് പരിസ്ഥിതി സുസ്ഥിരത കൈവരിക്കുന്നതിന് സഹായകമാവുക. അതായത് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, നമ്മൾ പ്രകൃതിയെ അമിതമായിട്ട് ചൂഷണം ചെയ്യാതെ പരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ ഒരു സമൂഹമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതൊക്കെ എൻവയോൺമെൻറ്റൽ സോഷ്യോളജിയുടെ ഒരു പ്രാധാന്യമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. പിന്നെ നമുക്ക് സോഷ്യോളജിയിൽ പൊതുവിൽ പറയുന്നതാണ് നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുക. അതായത് ഇതിൻ്റെ പഠന ഭാഗമായിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങളും തിയറികളും ഒക്കെയാണ് പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ നൽകുന്നതും അതുമായി ബന്ധപ്പെട്ട് നിയമങ്ങളും നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എൻവയോൺമെൻറ്റൽ സോഷ്യോളജിയുടെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ബാക്കി സെക്ഷനുകൾ നമ്മൾ പ്ലേലിസ്റ്റിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്